എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള ഒരു ലക്ഷദ്വീപ് ടൂറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെത്തി. അഗത്തിയിലാണ് എയറോഡ്രോം ഉള്ളത്. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് അഗത്തിയിൽ തന്നെയുള്ള അന്താൻ ബീച്ചിലാണ് കേട്ടോ. അന്താൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്താൻ ബീച്ചിലാണുള്ളത്. അപ്പോൾ ആ ബീച്ചിലോട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ സ്കൂബ ഡൈവിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു വെൽക്കം ഉണ്ടായിരുന്നു അവരുടെ വക, ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പിൻ്റെ വക. അപ്പോൾ അതിനുവേണ്ടി അവിടെ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ അവിടെ ഇരുത്തി നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു അവർ. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവിടുത്തെ ബീച്ചിനെ പറ്റിയും ഒക്കെ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ദ്വീപാണ് കേട്ടോ ഇത്, അഗത്തി എന്ന് പറയുന്നത്. ശരിക്കും ലക്ഷദ്വീപിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം ഇതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അഗത്തിയിലാണ് വന്നിറങ്ങിയതും ഇവിടെ തന്നെയാണ് താമസിച്ചതും. ഹോം സ്റ്റേ ആയിരുന്നു. നമ്മൾ ഹോട്ടൽസൊന്നുമില്ല അവിടെ, നമുക്ക് ഹോം സ്റ്റേ ആയിരുന്നു. ഒന്ന് രണ്ട് ചെറിയ റിസോർട്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ അല്ലാതെ മറ്റു ദ്വീപുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് മറ്റു ദ്വീപുകളിൽ. ഇവിടെ അതില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള കുറേ പോയിൻറ്റ്സൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ബാക്കിൽ കണ്ടില്ലേ. അപ്പോൾ വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും അവിടെ ഇല്ല, സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലക്ഷദ്വീപ് ടൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. ശരിക്കും ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ പാട്ടും കളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. നല്ല കാറ്റുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ വെൽക്കം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള വീട്ടിലേക്ക് ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോകുന്നത്. 3-4 വണ്ടികൾ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ മാരുതി ഓമ്നി വാനാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ടാക്സി സർവീസും ഈ മാരുതി ഓമ്നി വാനാണ്. കൂടുതൽ ആളുകളെ കൊണ്ടുപോകാമല്ലോ, അതാണ്. അപ്പോൾ ടാക്സി ഡ്രൈവറോട് ചോദിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ കണ്ടുവെക്കും. ആട്, കോഴി, പൂച്ച ഒക്കെ ഉണ്ടല്ലേ. പശു ഉണ്ടല്ലേ. അപ്പോൾ പാലിനൊന്നും ബുദ്ധിമുട്ടില്ല. ഓ, അപ്പോൾ പാൽ അവിടുന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. കിട്ടൂല. അത് ശരി. ആ, മിൽക്ക് പൗഡർ. ശരി. അപ്പോൾ മിൽക്ക് പൗഡറുള്ള ചായയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ കട്ടൻ ചായ. തേങ്ങയൊക്കെ അതാ മുളച്ച് കിടക്കണം നമ്മളെ പറമ്പിലെ മാതിരി. എന്താ തേങ്ങ ഇതാണോ സ്കൂള്? ഓ ശരി. കുട്ടി വീടുകളല്ലേ. കാറൊക്കെ കപ്പറ്റ് കൊണ്ടുവരണ്ടല്ലേ.
റോഡിലേക്കാണ്. ഭയങ്കര വില കുറവാണ്. 60 രൂപ 80 രൂപയ്ക്കാണ്. അതിന് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതല്ലേ ഉണ്ടോ? നല്ല പിന്നെ പേക്ക് ചെയ്താൽ മതി. അത് ശരി. മറ്റേ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകില്ല, ഐസിൽ യൂസ് ചെയ്യുമ്പോൾ ഐസ് കിട്ടൂല അവിടെ. അത് ശരി. ഉണക്കമീൻ വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ നമുക്കൊക്കെ. ഈ ഒരു റോഡേ ഉള്ളോ? 3 റോഡുണ്ട്. 3 റോഡുണ്ട്. ഓ, സാധനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വരണം. എല്ലാ സാധനങ്ങളും 2 സാധനം മാത്രമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓ, ഒന്ന് തേങ്ങയും പിന്നെ മീനും. എക്സ്പോർട്ട് ചെയ്യും. തേങ്ങയും ഫിഷും മാത്രമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ബാക്കിയൊക്കെ കൊണ്ടുവരണം കേരളത്തിൽ നിന്ന്. ഇതിലെല്ലാം താമസിക്കുന്നത് ഇത് പള്ളിയാണ്. ഇവിടെ 100% മുസ്ലിംസാണ്. മുസ്ലിംസാണ്. ഹിന്ദുസ് അവിടെ നിന്ന് വന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ജോലിക്കാരൊക്കെ ആയിട്ട്. ജോലിക്കാരൊക്കെ ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. ആ, പക്ഷെ മെജോറിറ്റി മുസ്ലിംസ് അല്ലേ. മുസ്ലിംസാണ്. ഓക്കെ. മഴ പെയ്താൽ തീരെ വെള്ളം നിൽക്കില്ല അല്ലേ, അതൊരു സൗകര്യം. നമുക്ക് നാട്ടിലാണ് മഴ പെയ്താലല്ലേ വലിയ പ്രശ്നം. അത് പോകാനൊരു സ്ഥലമുണ്ടല്ലോ, വെള്ളത്തിന് പോയി ഇരിക്കാൻ. അതാ ഇവര് ഇവിടെയുള്ള ആൾക്കാരുടെ തൊഴിൽ എന്താ കാര്യമായിട്ട് മീൻ പിടിക്കലാണോ? ഫിഷിംഗാണ് 90% ഫിഷിംഗ്. ഫിഷിംഗ് ആണ്. ശരി. ബാക്കി അത്യാവശ്യം മറ്റുള്ള പണികളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, കൃഷിപ്പണി. അങ്ങനെ ദ്വീപിനെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. കണ്ടോ, ബോർഡ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും. സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ മുഖം മാത്രം മൂടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് എന്താ പറയുക, കമഴ്ന്ന് ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് മത്സ്യങ്ങളെയൊക്കെ കാണുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള കയാക്കിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബീച്ചിലൊക്കെ ആകെപ്പാടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെയുള്ള ടയറുകൾ, അതുപോലെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ പണം മുടക്കിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇവിടെ ഇല്ല. കുറേ ഊഞ്ഞാലുകളുണ്ട്, ഇങ്ങനെ നമുക്ക് ഇരുന്നിങ്ങനെ ആടാനൊക്കെയുള്ള സൗകര്യമുണ്ട്. കാര്യമായിട്ട് മറ്റൊന്നുമില്ല. ഇത് ബീച്ചിൽ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വെള്ളത്തിലിറങ്ങി ആദ്യം അവരെ ഒരു ഡെമോ കാണിച്ചിട്ട് അതിൽ ഫിറ്റായിട്ടുള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആകാശാണ് അവിടെ പോയിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ ഉടമസ്ഥനാണ് കേട്ടോ, സനുജ് എന്നാണ് പേര്. അയാളാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും അവിടെ ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ കുറേ ആടി കളിച്ചു. എല്ലാവരും ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്കൂബ ഡൈവിങ് ഗ്ലാസ് ബോട്ട് ശരിയാവുന്നത് വരെ ഞങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റായിരുന്നു. സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവരെ അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ബോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിൽ കയറി ഇവർ സ്കൂബ ഡൈവിങ്ങിൽ കാണുന്ന അതേ സംഗതികൾ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കാണാം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ കണ്ടു നോക്കൂ.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.